പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിനെ പറ്റി ഒരു വാക്ക്. ഈ അടുത്ത കാലത്ത് ഭാരതത്തിൻ്റെ സമാനതയില്ലാത്ത നേതാവായ ശ്രീ നരേന്ദ്രമോദി ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റി നടത്തിയ ഒരു പരാമർശനം, അദ്ദേഹം ഭാരതത്തിൻ്റെ സ്വത്ത് മുഴുവനും പിടിച്ചെടുത്ത് അത് മുസ്ലിങ്ങൾക്കായി കൊടുക്കണം എന്ന ആരോപണം, ഇത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്ന ആളുമല്ല. മൻമോഹൻ സിംഗിനെ നിങ്ങൾക്ക് പല വിധത്തിൽ അറിയുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം 10 വർഷം ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം പ്രൈം മിനിസ്റ്ററാകുവാൻ യാതൊരു സാധ്യതയുമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആകുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ഒരു ലോക്സഭാ മത്സരത്തിൽ വിജയിച്ചിട്ടില്ല. ഒരിക്കൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ, അത് ഡൽഹിയിൽ നിന്നാണ്. പക്ഷേ ആ മത്സരത്തിൽ അദ്ദേഹം 27,000 വോട്ടിന് പരാജയപ്പെട്ടു പോയി. എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ഫങ്ഷനിങ് ഡെമോക്രസി എന്ന് അംഗീകരിക്കപ്പെട്ട ഭാരതത്തിൻ്റെ ജനായത്ത ഭരണകൂടത്തിൻ്റെ തലവനായി ഒരു ദശകം 10 വർഷം അദ്ദേഹത്തിന് സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഏവരും പല വിധത്തിൽ അപവാദത്തിന് ഇരകളായിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം അപവാദങ്ങളും അടിസ്ഥാനമുള്ളവയായിരുന്നു എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ അപവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, അവർ ആർക്കെതിരെ അപവാദങ്ങൾ പായിക്കുന്നുവോ, തൊടുത്തു വിടുന്നുവോ, അവരെക്കാൾ ധാർമ്മികമായി ഒട്ടും മെച്ചപ്പെട്ടവരല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പ്രവേശിച്ചാൽ സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായി നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നില്ല. എന്നാൽ ഈ ഒരു സാഹചര്യത്തോട് ബന്ധപ്പെട്ട യേശു പറഞ്ഞ ചില വാക്കുകൾ ഈ സമയത്ത് ഓർക്കുന്നത് ഉചിതമായിരിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്, കാരണം അവരെ വിധിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നത് സംശയമാണ്. നിങ്ങളെങ്ങനെയാണ് സഹോദരനോട് നിൻ്റെ കണ്ണിൽ കരടുണ്ട് എന്ന് പറയുന്നത്? നിൻ്റെ കണ്ണിൽ കോലിരിക്കെ ആ കോലിൻ്റെ തന്നെ ഒരംശമായ കരട് നിൻ്റെ സഹോദരൻ്റെ കണ്ണിലിരിക്കുമ്പോൾ നീ അവനെ എങ്ങനെയാണ് വിമർശിക്കുന്നത്? അപ്പോൾ വിമർശനം ഒഴിവാക്കണമെന്നല്ല വാസ്തവത്തിൽ യേശു പറഞ്ഞത്. യേശു പറഞ്ഞത്, നീ നിന്നെ തന്നെ പരിശോധിച്ച് നീ ഏത് ബലഹീനത അല്ലെങ്കിൽ ഏത് അധപ്പതനത്തിൻ്റെ ഉദാഹരണത്തെയാണ് വിമർശിക്കുന്നത്, ചെറുക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ അംശം നിന്നിലുണ്ടോ എന്നത് പരിശോധിച്ചിട്ട് വേണം ഒരു നിലപാടെടുക്കുവാൻ. അല്ലെങ്കിൽ നീ ഇപ്രകാരം വിമർശിക്കുമ്പോൾ അവർ കിട്ടിയ അവസരമനുസരിച്ച് കോഴ വാങ്ങി, അല്ലെങ്കിൽ അനീതി ചെയ്തു, അല്ലെങ്കിൽ ജനങ്ങളെ വഞ്ചിച്ചു, അതിനുള്ള അവസരം നിനക്കില്ല എന്നതുകൊണ്ട് നിൻ്റെ പരിഭവം അതുള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് അതിന് മാന്യതയുടെ പരിവേഷം കൊടുക്കാൻ ഒരു ധർമ്മരോഷം നീ അഭിനയിക്കരുത് എന്നാണ് ആ പഠിപ്പീരിൻ്റെ അർത്ഥം. ഇതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തമായ മറ്റൊരവസരത്തിൽ ഒരു പൂർണ്ണ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗവും ഒന്ന് അടയാളപ്പെടുത്തി മാത്രം മാറ്റിവെക്കുകയാണ്. ശ്രീ മൻമോഹൻ സിംഗിനെ പറ്റി, അദ്ദേഹം 10 വർഷം നാട് ഭരിച്ചിട്ടും വ്യക്തിപരമായ ഏതെങ്കിലും ആരോപണം ഉന്നയിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്നത് എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തെ വളരെ വലുതാക്കി ആക്കുകയും നാളിതുവരെ അത് അങ്ങനെ തന്നെ തുടരുവാൻ, സംരക്ഷിക്കുവാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്.
അദ്ദേഹം വീരശൂര പരാക്രമിയായ നെഞ്ചിന് 56 ഇഞ്ചുള്ള ഒരു നേതാവായിരുന്നില്ല. അദ്ദേഹത്തോട് ഇടപെടുവാൻ ചില അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാര രീതി പോലും നാം ഇപ്പോൾ അറിയുന്നൊരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തിൽ എപ്രകാരമുള്ള വ്യക്തികളാണ് കഴിവുള്ള അല്ലെങ്കിൽ മികവുറ്റ നേതാക്കന്മാർ എന്ന് നാം സങ്കല്പിക്കുന്നുവോ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെതെന്ന് അദ്ദേഹത്തെ ദൂരെ നിന്ന് കണ്ടവർക്ക് പോലും അറിയാം. ഞാൻ കൂടുതലായി അത് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ശ്രീ മൻമോഹൻ സിംഗ് ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ മാന്യത എന്തായിരുന്നു? അദ്ദേഹം അള്ളിപ്പിടിച്ചിരുന്ന സനാതന മൂല്യങ്ങൾ, സാർവലൗകിക മൂല്യങ്ങൾ എന്താണ് എന്നത് ചെറിയൊരു ഉദാഹരണത്തിൽ കൂടെ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുകയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനത്തിൻ്റെ അറിവിലില്ല. വ്യക്തികളുടെ നന്മകളെ അംഗീകരിക്കുന്ന ഒരു എന്താണ് പറയുന്നത്, ഒരു താല്പര്യമോ ഒരു ചുമതല ബോധമോ ഒരു നീതിബോധമോ നമുക്ക് ഈ കാലത്തില്ല. അങ്ങനെ നീതി പാലിക്കുന്നത് ബലഹീനതയാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒഴുക്കിനെതിരെ നീന്തുക നമ്മുടെ ധർമ്മമാകയാൽ അത് സത്യത്തിനും നീതിക്കും മനുഷ്യ അന്തസ്സിനും വേണ്ടി ഈ കാലഘട്ടത്തിൻ്റെ ഒഴുക്കിന് എതിരെ നീന്തുക നമ്മുടെ ധർമ്മമാകയാൽ അപ്രകാരം ചിന്തിക്കുന്നതിന് വേണ്ടി ചില യാഥാർത്ഥ്യങ്ങൾ പൊതുരംഗത്ത് വേണ്ടതുപോലെ ഇടം പിടിക്കുവാൻ സാധ്യതയില്ലാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അസത്യത്തെ വിശ്വസിക്കുകയും അതിനോട് അടിമത്വം പാലിക്കുകയും ചെയ്യുന്നത് നാം നമ്മോട് ചെയ്യുന്ന അപരാധമാണ് എന്ന യാഥാർത്ഥ്യം മുൻനിർത്തി ചില കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വിധേയമാക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ നാളിതുവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട അത്യാവശ്യം നമ്മുടെ മുമ്പിൽ വളരെ പ്രകടമായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. ശ്രീ മൻമോഹൻ സിംഗിൻ്റെ മകളെ 1 വർഷം പഠിപ്പിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര് ഉപ്പിന്ദർ സിംഗ് എന്നാണ്. അവർ വളരെ പ്രശസ്തയായ ഒരു ഹിസ്റ്റോറിയനായി വളർന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിദഗ്ധമായ സേവനം നടത്തി. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലും ചില വർഷങ്ങൾ പഠിപ്പിച്ചു. മാത്രവുമല്ല ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരുമകനായിരിക്കുന്ന വിജയ തൻഖ എന്ന് പറയുന്ന വ്യക്തി, അതായത് ഉപ്പിന്ദർ സിംഗിൻ്റെ ഭർത്താവായ ഡോക്ടർ തൻഖ ദീർഘനാൾ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു, കൊളീഗായിരുന്നു സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ. അദ്ദേഹം ഫിലോസഫിയും ഞാൻ ഇംഗ്ലീഷ് സാഹിത്യവും പഠിപ്പിച്ചു. എന്നേക്കാൾ കുറച്ചുകൂടി ജൂനിയറാണ് എന്ന് മാത്രം. അപ്പോൾ കുറഞ്ഞത് ഒരു 35-40 വർഷത്തെ പരിചയം ആ വ്യക്തിയുമായി എനിക്കുണ്ട്. അദ്ദേഹം അവസാനം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടാണ് ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗ് 10 വർഷം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി സേവനം ചെയ്ത കാലഘട്ടത്തിൽ ഡോക്ടർ തൻഖയും അദ്ദേഹത്തിൻ്റെ പത്നിയായ ഉപ്പിന്ദർ സിംഗും, അതായത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ 2 പുത്രിമാരിൽ ഒരാൾ, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് താമസിച്ചത്. വിജയ തൻഖ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഒരു എംപ്ലോയി ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയ ശേഷം വിജയ തൻഖയോടുള്ള എൻ്റെ ഇൻറ്ററാക്ഷൻ അല്പം കുറച്ചു. കാരണം അതെൻ്റെ തത്വമായതുകൊണ്ട് തന്നെ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും. എന്നാൽ ഒരവസരത്തിൽ കോളേജിൻ്റെ ഒരു പ്രത്യേകമായ പ്രതിസന്ധിയിൽ
കോടതിനോട് വളരെയധികം അനീതി ചില ആളുകൾ സംഘടിതമായി ചെയ്യുന്നു എന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ വിജയ് തൻഖയെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ രാജ്യത്തെ പ്രൈം മിനിസ്റ്ററുടെ മരുമകനാണല്ലോ. ഭാരതത്തിൻ്റെ സംസ്കാരമനുസരിച്ച് മകനേക്കാൾ മരുമകന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ചോദിച്ചു. അതെൻ്റെ ഗതികേട് കൊണ്ട് ചോദിച്ചതാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യവും അവസാനവുമായി അങ്ങനെയൊരു സമീപനം നടത്തി. അപ്രകാരം അത്രമാത്രം സാഹചര്യം കൈവിട്ടു പോകുന്നു, വഷളായി പോകുന്നു എന്ന പ്രതീതി എന്നെ നന്നേ അലട്ടിയതുകൊണ്ട് ഒരു വിധത്തിലും നീതി കിട്ടുവാൻ മാർഗമില്ല എന്ന ഒരു സാഹചര്യത്തിൽ, പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ സമ്പത്തും പ്രാബല്യവും രാഷ്ട്രീയ അധികാരമുള്ള ഒരു ചെറിയ കൂട്ടം ആളുകൾ, റൂളിംഗ് എലീറ്റ്, അവരുടെ ഇംഗിതത്തിന് അനുസരിച്ച് നമ്മൾ തുള്ളിയില്ല എങ്കിൽ, അവർ പറയുന്ന വരയിൽ നാം ഒപ്പിട്ടില്ല എങ്കിൽ, അവരുടെ താല്പര്യങ്ങൾക്ക് നാം വണങ്ങിയില്ല എങ്കിൽ, പിന്നെ ജീവിതം നരകതുല്യമാക്കാനുള്ള കഴിവും മനസ്സും അവർക്കുണ്ട് എന്നതിൻ്റെ തീച്ചൂളയിൽ 9 വർഷം നടന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദർശങ്ങൾ അനുസരിച്ച് നീതിയുടെ പാതയിൽ സഞ്ചരിച്ച് പ്രത്യേകിച്ച് സാമൂഹ്യ നീതിക്ക് വില കൽപ്പിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു ചുമതല നിർവഹിപ്പാൻ സാധ്യമല്ല. അടിമത്വത്തിൻ്റെ സ്വഭാവം വളരെ അധികമാണ്. വലിയവൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്നവൻ മാത്രമാണ് നല്ലവൻ. പാവപ്പെട്ടവനെ കരുതുന്നവൻ ഈ രാജ്യത്തിൻ്റെ ശത്രുവാണ്. അവർക്ക് വേണ്ടി ചിന്തിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് വട്ടാണ്, അല്ലെങ്കിൽ അവർ ബുദ്ധി മാന്ദ്യതയുള്ളവരാണ്. രാഹുൽ ഗാന്ധി ചെയ്ത ഒരു വലിയ പാപം വെറും പട്ടിണി പാവങ്ങളെ സന്ദർശിക്കുകയും അവരോട് പൊതുവായി പബ്ലിക്കായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം പപ്പു എന്ന ആ ഒരു ഇരട്ട പേര് നേടിയെടുത്തത്. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്കാരത്തിൽ പാവപ്പെട്ടവന് തീരെ വിലയില്ല എന്നും അവനെ അപമാനിക്കുകയും കുറഞ്ഞ പക്ഷം അവഗണിക്കുകയും ചെയ്യുന്നതാണ് മിടുക്ക് എന്നുമുള്ള ഒരു വലിയ വിശ്വാസം, ഒരു ഡോഗ്മാറ്റിക് ബിലീഫ്, അതിനെതിരെ നീന്തുന്നവൻ ശിക്ഷിക്കപ്പെടും, ക്രൂശിക്കപ്പെടും. ആ ഒരു അനുഭവത്തിൽ കൂടെയാണ് രാജീവ് ഗാന്ധി ഇപ്പോഴും കടന്നു പോകുന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ രാജീവ് ഗാന്ധി ആ അവസ്ഥയിൽ വരുന്നതിന് മുൻപ് അദ്ദേഹം അനുഭവിക്കുന്ന തോതിലല്ല എങ്കിലും ഇതേ അനുഭവത്തിൽ കൂടെ എനിക്കും കഴിഞ്ഞുകൂടുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ ഗാന്ധിയെപ്പറ്റി ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്യുവാൻ തുനിഞ്ഞത്. അതിനോട് അനേകം ആയിരക്കണക്കിന് ആളുകൾ വളരെ വളരെ ബഹുമാനത്തോടും സർഗാത്മകതയോടും പ്രതികരിച്ചു എന്നത് ഞാൻ സന്തോഷത്തോടെ ഈ സമയത്ത് അന്ന് ഓർത്തുകൊള്ളട്ടെ. നിങ്ങൾക്കേവർക്കും വളരെ നന്ദി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വിജയ് തൻഖയോട് വിളിച്ചിപ്രകാരം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അയ്യോ സാറേ, അത് മാത്രം എന്നോട് പറയരുത്. കാരണം ഇതൊരു പ്രൈവറ്റ് സംഭാഷണമാണ്, ഇതിൻ്റെ ഉള്ളടക്കം വെളിപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ അമ്മായിയപ്പനായ ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ ഈ കോളേജിലെ ഫ്ലാറ്റ്, ഞങ്ങൾ താമസിക്കുന്ന ബംഗ്ലോവിൽ വന്ന് എന്നോട് ആദ്യം പറഞ്ഞത്, നീ എൻ്റെ മരുമകനാണ്, എൻ്റെ മകളെ ഞാൻ എൻ്റെ ജീവന് തുല്യമായി സ്നേഹിക്കുന്നു, പക്ഷേ അതെല്ലാം വീട്ടിൽ മാത്രം. എൻ്റെ മകളോ എൻ്റെ മരുമകനോ എനിക്ക് ബന്ധമുള്ള ആരുമോ വ്യക്തിപരമായ കുടുംബപരമായ ബന്ധം പറഞ്ഞുകൊണ്ട്
സൗത്ത് ബ്ലോക്കിൽ വരരുത്. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് സൗത്ത് ബ്ലോക്കിലാണ്. അവിടെ വരരുത്, അവിടെ പ്രവേശനമുണ്ടാകുകയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ ആ ഒരു വിലക്ക് നാളിതുവരെയും 100% പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സാറിനേക്കാൾ ഞാൻ നിസ്സഹായനാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ അതേ വിജയ് തൻഖ മറ്റൊരവസരത്തിൽ എനിക്കെതിരെ വലിയ വലിയ സംഘടിതമായ അക്രമം നടക്കുന്ന സാഹചര്യത്തിൽ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഡൽഹി ബിഷപ്പിൻ്റെ വീടിന് മുൻപിൽ അദ്ദേഹത്തെ പ്രതിഷേധിച്ചുകൊണ്ട് സത്യാഗ്രഹം ചെയ്യാൻ അവിടെ, അല്ലെങ്കിൽ പ്രതിഷേധിച്ച് 6 മണിക്കൂർ ആ വഴിയുടെ അരികിലിരിക്കാനും അദ്ദേഹം നല്ല മനസ്സ് കാണിച്ചിരുന്നു. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ അദ്ദേഹത്തിന് പ്രവേശനമില്ല. എന്നാൽ വ്യക്തിപരമായി എൻ്റെ നിലപാടിനോട് 100% യോജിക്കുന്നത് കൊണ്ട് എനിക്ക് സപ്പോർട്ടായി പൊതുനിരത്തിൽ 6 മണിക്കൂർ ഒരേ ഇരിപ്പിരിക്കാൻ ആ മനുഷ്യൻ സന്മനസ് കാണിച്ചു. ഡോക്ടർ വിജയ് തൻഖ. അദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാരും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ വിദ്യാർത്ഥികളായിരുന്നു. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി 10 വർഷം സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് ഇവരെല്ലാം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റേതായ ഒരു വീട്ടിൽ താമസമാണ്. അവർ പ്രൈം മിനിസ്റ്ററുടെ മകളോ മരുമകനോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ ആണ് എന്ന ഒരു കാര്യം അതിലൂന്നിപ്പിടിച്ച് കോളേജിൽ അവരൊന്നും അവകാശപ്പെട്ടിട്ടില്ല. ആ ഒരു യാഥാർത്ഥ്യം ആരെയും ഓർമ്മിപ്പിക്കുക പോലും ചെയ്യാതെയാണ് അവർ കഴിഞ്ഞുകൂടിയത്. ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ആ ഒരു സംസ്കാരം പുലർത്തുവാൻ കഴിവുള്ള ആരുണ്ട്? ഇപ്പോൾ വലിയ വലിയ അവകാശം കൊണ്ടും മറ്റുള്ള എല്ലാവരുടെയും വിലയിടിച്ച് എനിക്ക് മാത്രമേ വിലയുള്ളൂ എന്ന വിധത്തിൽ എല്ലാവരും നടക്കുന്നല്ലോ. കാര്യത്തോടടുക്കുമ്പോൾ അറിയാം ആളുകളുടെ ഗുണം എന്താണെന്ന്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ 4 അയലത്ത് വരുവാൻ, അതായത് മാനവികതയുടെ മാഹാത്മ്യത്തിൻ്റെ അളവുകോൽ കൊണ്ടളന്നാൽ, ഇപ്പം മനുഷ്യരെ കളിപ്പിക്കുന്നു അല്ലെങ്കിൽ അനാശാസ്യമായ വഴിയിൽ കൂടെ ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നു, ക്രൂരത കൊണ്ട് തൻ്റെ അധികാരത്തിൻ്റെ മൂർച്ച വർദ്ധിപ്പിക്കുന്നു, അത് മറ്റൊരു കാര്യമാണ്. അങ്ങനെയുള്ള കഴിവൊന്നും മൻമോഹൻ സിംഗിനില്ല. വാസ്തവത്തിൽ സാംസ്കാരികമായ വെളിച്ചം, മനുഷ്യത്വപരമായ നൈർമല്യം, ഇവയൊക്കെയും എപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന മനുഷ്യ അന്തസ്സ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്കാണ് അന്തസ്സ്. ഡിഗ്നിറ്റി, ദ ക്വയറ്റ് ഡിഗ്നിറ്റി ഓഫ് എ പെർഫെക്റ്റ്ലി പ്യുവർലി സിവിലൈസ്ഡ് ഹ്യൂമൻ ബീയിങ്. അതാണ് മൻമോഹൻ സിംഗിൽ കണ്ടിട്ടുള്ളത്. ഞാനൊരു കാലത്ത് മിനിസ്ട്രി ടു ക്രിസ്ത്യൻസ് ഇൻ പാർലമെൻറ്റ് എന്ന ഒരു മിനിസ്ട്രി ആവിഷ്കരിച്ച് പൊളിറ്റിക്സിലുള്ള നേതാക്കന്മാരെ ആധ്യാത്മികമായി സ്വാധീനിക്കാൻ ഒക്കുമോ ഇല്ലയോ, ആധ്യാത്മികമായി, മതപരമായിട്ടല്ല. ഞാനൊരിക്കലും മതത്തിൻ്റെ കച്ചവടക്കാരനായിരുന്നില്ല. മതം മനുഷ്യന് ശാപമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ അതേസമയം തന്നെ മനുഷ്യത്വം നിലനിൽക്കണമെങ്കിൽ ആധ്യാത്മികമായ വെളിച്ചമുണ്ടാകണം, അത് നിലനിൽക്കണം, മാനിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം എന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെ വഞ്ചിക്കുന്ന ആളുകളെ ഞാൻ വെറുക്കുന്നു. എന്നാൽ അവരെയും സ്നേഹിപ്പാനുള്ള കഴിവെനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് മറ്റൊരു വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തി തൻ്റെ കുടുംബപരമായ എല്ലാവിധ ബന്ധങ്ങളെയും അങ്ങ് ദൂരെ മാറ്റി നിർത്തിയിട്ട് ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലയിൽ ഒരു വിധത്തിലും കളങ്കം പ്രവേശിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല, ഈ രാജ്യത്തിൻ്റെ പണ്ടുകാലം മുതലേ ഉള്ള ബലഹീനതയായ നെപ്പട്ടിസം എന്ന് പറയും, അതായത് എൻ്റെ ചാർച്ചക്കാർക്ക് ഞാൻ മുൻഗണന കൊടുക്കും, എൻ്റെ ആളുകൾക്ക് കൂടുതൽ മറ്റുള്ളവരെക്കാൾ സ്വാധീനവും സ്വാതന്ത്ര്യവും ഉണ്ടാകണം, ഞാൻ പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് അവർ പെട്ടെന്ന്
ഒരു പ്രത്യേകതയുള്ള വർഗമായി ഇതാ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. എന്നെ വണങ്ങുന്നത് പോലെ അവരെയും വണങ്ങണം, അവരുടെ ഇംഗിതം ഈ ലോകത്ത് നടക്കണം. ഇത് അദ്ദേഹത്തിനില്ലായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം, ഒരു കാഴ്ചപ്പാട്, ഒരു സംസ്കാരം. ആ സംസ്കാരത്തെ ഏതെങ്കിലും വിധത്തിൽ കളങ്കിതമാക്കുക, ആ വ്യക്തിത്വത്തെ ഏതെങ്കിലും വിധത്തിൽ താറടിക്കുക, അദ്ദേഹം നമുക്ക് നൽകിയ ആദരണീയമായ മാതൃകയെ അപലപിക്കുക, എത്രമാത്രം അനുയോജ്യമായ ഒരു നിലപാടാണെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ശ്രീ മൻമോഹൻ സിംഗിനെ പോലെ ഒരു നേതാവ്, ഒരു ഭരണാധികാരി നമുക്കുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അദ്ദേഹം ഏത് പാർട്ടിയിലാണ് എന്നത് എനിക്ക് പ്രശ്നമേ അല്ല. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി ചില ആളുകളുടെയോ ഒരു പാർട്ടിയുടെയോ സ്വകാര്യ സമ്പത്തല്ല. അത് രാജ്യത്തെ ഓരോ പൗരൻ്റെയും സംരക്ഷകനും പ്രത്യാശയുടെ ഉറവിടവുമാണ് എന്ന വിധത്തിൽ അത്യുന്നതമായ വ്യക്തിമാഹാത്മ്യം പുലർത്തുകയും താൻ ഏറ്റെടുത്തിരിക്കുന്ന ചുമതല കറപുരളാതെ കാത്തു സൂക്ഷിപ്പാൻ വ്യക്തിപരമായ എല്ലാവിധ താല്പര്യങ്ങളെയും ത്യജിച്ച് ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രം സ്ഥിതി ചെയ്ത് വളരെയധികം അധ്വാനിപ്പാൻ ആ ഒരു വലിയ വലിപ്പത്തെ ഞാൻ നമിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇനി ഒരു ചെറിയ കാര്യം കൂടി ഇതിനോട് ബന്ധമുള്ളത് സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഭാരതത്തിലെ ഏറ്റവും ഉന്നതനായ ബ്യൂറോക്രാറ്റ് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് എന്ന് നിങ്ങൾക്കറിയാം. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പല തവണയും ക്യാബിനറ്റ് സെക്രട്ടറീസ് ആയിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അന്ന് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നത് ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം എന്നെ സന്ദർശിക്കുമായിരുന്നു, ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുമായിരുന്നു. ഒരു കാര്യം സത്യത്തിനുമല്ല, സൗഹൃദ ബന്ധം മാത്രം. അപ്പോൾ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, സാറേ, ഈ മൻമോഹൻ സിംഗിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് ചില കട്ടിയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം 18 മണിക്കൂർ ജോലി ചെയ്യും. അദ്ദേഹത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കപ്പെടുന്ന എല്ലാ ഫയലുകളും ആദ്യം മുതൽ അവസാനം വരെ വായിക്കും. എന്ന് മാത്രവുമല്ല, ചിലപ്പോൾ രാവിലെ 4:30 5 മണിക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വിളി വരുന്നത്. ഈ ഇന്ന ഫയലിൽ ഇന്നത് എന്താണ്, അതിൻ്റെ വിശദീകരണം ആവശ്യമുണ്ട്, ആ സമയത്ത് എനിക്ക് കൊടുത്തേ മതിയാകുകയുള്ളൂ. ഞാനത് സൂചിപ്പിക്കുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ വളരെ അധ്വാനിക്കുന്നുവെന്നും അദ്ദേഹം ഉറക്കമില്ലാതെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്നു എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളവരും അതുപോലെ അധ്വാനിച്ചവർ മാത്രമാണ്. പക്ഷെ അവരാരും കൊട്ടിഘോഷിച്ചില്ല. ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ഉറക്കം ഒഴിച്ച് ഭാരതത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരു ബ്യൂറോക്രാറ്റാണ് എന്നോട് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എല്ലാവരും ഈ രാജ്യത്തെ സ്നേഹിച്ചവരാണ്, എല്ലാവരും അവരുടെ കഴിവനുസരിച്ച് ഈ രാജ്യത്തിന് വേണ്ടി നന്മ ചെയ്തവരാണ്. എന്നാൽ ഭാരതത്തിൻ്റെ ചരിത്രം 2014 ആരംഭിക്കുന്നത്. അതിന് മുൻപ് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഭാരതം സ്വതന്ത്രമായിരിക്കുന്നു. 1947 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. നമ്മുടെ ചരിത്രം ആരംഭിക്കുന്നത് 2014. 2014 മോദി ചുമതല ഏറ്റെടുക്കുമ്പോൾ ഭാരതം ഒരു വലിയ സീറോ ആയിരുന്നു, ഒരു പൂജ്യമായിരുന്നു. ആ പൂജ്യത്തിൻ്റെ ഇടതുവശത്തായി ഇതാ അക്കമിട്ടുകൊണ്ടേയിരിക്കുന്നു, 1 1 1 1. അത് പെട്ടെന്ന് വളർന്ന് ഇത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ഇത് ചരിത്ര സത്യമല്ല, ഇത് വെറും പച്ചക്കള്ളമാണ്. വാസ്തവത്തിൽ മനുഷ്യ അന്തസ്സിനോട് ബഹുമാനമുള്ള ഒരു വ്യക്തിയും താൻ ചെയ്യുന്ന സേവനങ്ങൾ ഇത്ര വലുതാണ് എന്ന് കൊട്ടിഘോഷിക്കാറില്ല. കാരണം താൻ ചെയ്യുന്ന സേവനം പരസ്യത്തിൻ്റെ അസംസ്കൃത പദാർത്ഥമായിട്ടല്ല ഉപയോഗിക്കേണ്ടത്.
നാം ചെയ്യുന്ന സേവനം ഒരു ജനതയോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആധികാരികമായ ബാഹ്യപ്രകടനമാണ്. നാം എന്തുകൊണ്ട് സേവിക്കണം? ഒറ്റ കാരണമേ ഉള്ളൂ, സ്നേഹിക്കുന്നത് കൊണ്ട് സേവിക്കണം. സ്നേഹത്തിൽ പരസ്യമില്ല, ഒരിക്കലുമില്ല. എവിടെയൊക്കെ സ്നേഹം ആധികാരികമാണ്, സത്യസന്ധമാണ്, അവിടെയൊന്നും പരസ്യമില്ല. പരസ്യം വരുന്നത് കൃത്രിമം സ്നേഹം എവിടെയുണ്ട്, അപ്പോൾ അത് പ്രകടിപ്പിക്കാനായി അതെല്ലാം മാർഗമുണ്ട് എന്ന് വിചാരിച്ച് മനുഷ്യൻ ചിന്തിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹം മതം കൊണ്ട് ഒരു സിഖ് മതക്കാരനായിരുന്നു. അദ്ദേഹം അനേക തവണ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തോട് ഞാൻ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. വളരെ അധികമായിട്ടല്ല, ഒരു പരിധി വരെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്തിൽ, ഈ ഒരു അവസരങ്ങളിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു സർദാർജി മാത്രമാണ് എന്ന ചിന്ത എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഭാരതത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന, രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം. അദ്ദേഹത്തോട് ഡോക്ടർ മൻമോഹൻ സിംഗിനോട് എനിക്ക് ഉണ്ടായിരുന്ന പരിമിതമായ എക്സ്പോഷറിനേക്കാൾ വളരെയധികം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു. അദ്ദേഹത്തോട് ഒരുമിച്ച് ചീഫ് വിജിലൻസ് കമ്മീഷണർ നിയമിച്ച ക്ലീൻ ഇന്ത്യ കമ്മിറ്റി, അതിൻ്റെ 14 അംഗങ്ങളിൽ ഒന്ന് ഡോക്ടർ കലാമും മറ്റേത് ഞാനുമായിരുന്നു. അങ്ങനെ അനേകം തവണ മീറ്റിങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കാനും ആ സമയത്തൊക്കെയും ഒരു അടുത്ത സൗഹാർദ്ദത്തിൽ സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ കേരള സംബന്ധമായ അനുഭവങ്ങൾ പങ്കിടുവാനും ഇടയായിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം പ്രസിഡൻ്റായിരുന്നപ്പോൾ ഒരു സ്പിരിച്വൽ ഗ്യാതറിങ്, ഒരു അഡ്വൈസറി കമ്മിറ്റി പോലെ രൂപീകരിച്ചു. അതിൽ എന്നെ ക്ഷണിച്ചിരുന്നു. ഈ സമയത്തൊക്കെയും ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മുസ്ലിം മാത്രമാണ് എന്നൊരു ചിന്ത ഒരിക്കൽ പോലും അബദ്ധത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ഈ 2 ഉദാഹരണങ്ങൾ ഞാൻ എടുത്തു പറയുന്നത്, അതായത് ശ്രീ മൻമോഹൻ സിംഗിൻ്റെയും ശ്രീ APJ അബ്ദുൽ കലാമിൻ്റെയും ഉദാഹരണങ്ങൾ ഞാൻ എടുത്തു പറയുന്നത് ഒരു വളരെ ശ്രദ്ധേയമായ സത്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ്. അതെന്താണ്? ഡോക്ടർ കലാമും ഡോക്ടർ മൻമോഹൻ സിംഗും മതത്തെ അവരുടെ വലിയ ചട്ടുകമായി എടുത്ത് പ്രദർശിപ്പിക്കാത്തതിൻ്റെ കാര്യം അവർ വ്യക്തിപരമായി വളരെ വളർച്ച പ്രാപിച്ചു എന്നതുകൊണ്ടാണ്. അല്പത്തരക്കാരാണ് ഈ മതം എടുത്തുകൊണ്ട് വലിയ നാടകം കളിക്കുന്നത്. മാനുഷികമായി, ധാർമ്മികമായി, ആധ്യാത്മികമായി, സാംസ്കാരികമായി, ബൗദ്ധികമായി വളർന്ന ഒരു വ്യക്തി പോലും അവൻ്റെ മതം എടുത്ത് പിടിച്ചിട്ട് അതിൻ്റെ പുറകിൽ ഒളിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ മതത്തെ മറ്റുള്ളവർക്ക് അപകടം അല്ലെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ നാണക്കേട് അല്ലെങ്കിൽ വേദന വരുത്തത്തക്കവണ്ണം ആയുധവൽക്കരിക്കുവാനോ പൊതുരംഗത്ത് അവതരിപ്പിക്കുവാനോ ശ്രമിക്കുകയില്ല. മതത്തിൽ കൂടെ വളർന്ന് മതത്തിനതീതമായ ആത്മീയമായ വെളിച്ചം ഉൾക്കൊള്ളുന്ന വ്യക്തിത്വം പ്രാപിപ്പാൻ ഭാഗ്യം ലഭിച്ചവരാണവർ. നിങ്ങൾ മദർ തെരേസയുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ അനുഭവമാണ് എനിക്ക്. അവരൊരു ക്രിസ്ത്യാനി മാത്രമാണ് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. എന്നാൽ അവർ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന, അവരെ മതപരിവർത്തനം നടത്താനാണെന്നും അവർ ഭാരതത്തിൻ്റെ നന്മയ്ക്ക് അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ മേന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നവരാണെന്നും ഒക്കെ പച്ചക്കള്ളം പറഞ്ഞ് പരത്തി അവർക്ക് ഭാരതരത്ന കൊടുത്തപ്പോൾ അതെടുത്തു കളയണമെന്ന് പറഞ്ഞ് കോലാഹലമുണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാട്, അതെത്രമാത്രം തരംതാണ പണിയാണ് എന്ന് മനസ്സിലാക്കാൻ വളരെയധികം ആളുകൾക്ക് കഴിയുന്നില്ല എന്നോർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. മദർ തെരേസയെ പോലെയുള്ളൊരു മാതൃക അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതിൻ്റെ നിജസ്ഥിതി എന്താണ്? നിങ്ങൾ വാസ്തവത്തിൽ ചിന്തിച്ച് നോക്കണം. നന്മ കണ്ടാൽ ഭ്രാന്ത് പിടിക്കുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? വളരെ പരിതാപകരമെന്ന് മാത്രമേ പറയേണ്ടൂ. എന്നാൽ ആ പരിതാപകരമായ സ്ഥിതിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അന്തസ്സോടുകൂടെ നെഞ്ചു വിരിച്ച് നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ
പൊതുവായ അധപ്പതനം എത്ര വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നതെന്ന് മാത്രമേ തരുണത്തിൽ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഒരു പരിധിവരെ അറിയുവാനും അദ്ദേഹം തൻ്റെ കുടുംബത്തിൽ തന്നെ പാലിച്ച അച്ചടക്കം അത് വളരെ വ്യക്തമായി വ്യക്തിപരമായി അറിയുവാനും എനിക്ക് ലഭിച്ച അവസരത്തെ ആസ്പദമാക്കി ഈ സത്യത്തെ സാക്ഷീകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ഈ ചിന്തകൾ അതിൻ്റെ സത്യത്തിൽ, അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളും എന്നത് എൻ്റെ പ്രത്യാശയാണ്. പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരുടെ അസത്യ കേന്ദ്രീകൃതമായ പ്രോപ്പഗാൻഡ വിഴുങ്ങി സത്യത്തെ നിരാകരിക്കുന്നുവെങ്കിൽ നാം അവരുടെ അടിമകളായിത്തീരും. അസത്യത്തെ പ്രവർത്തിക്കുന്നവരാരും തന്നെ മനുഷ്യൻ്റെ വിലയോ അവൻ്റെ അഭിമാനമോ അവൻ്റെ സ്വാതന്ത്ര്യമോ വിലമതിക്കുന്നവരല്ല. ചരിത്രത്തിൽ എപ്പോഴെല്ലാം എവിടെയെല്ലാം അസത്യത്തെ പ്രചരിപ്പിച്ച് അതുകൊണ്ട് ലാഭമുണ്ടാക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ, അങ്ങനെ അനേകം പേർ ശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാവരും മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ ശത്രുക്കളായി പരിണമിച്ചിട്ടുണ്ട് എന്ന മാറ്റമില്ലാത്ത സത്യം ഏവരും തിരിച്ചറിയണം. അതുകൊണ്ട് അസത്യത്തിൻ്റെ കച്ചവടക്കാരായി സ്വയം രാഷ്ട്രീയത്തിൽ അവതരിപ്പിക്കുന്ന, രാഷ്ട്രീയത്തിൽ മാത്രമല്ല മതത്തിലും ഇത് തുല്യമായ പ്രാബല്യമുള്ള കാര്യമാണ്. ഞാൻ മറ്റു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മതങ്ങൾ എല്ലാ മതങ്ങളും സ്വയം പ്രചരിപ്പിക്കുന്നതും നിലനിർത്തുന്നതും ഒട്ടുമുക്കാലും അസത്യത്തിൻ്റെ അടിത്തറയിൽ തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമീപനങ്ങൾ രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും എവിടെയൊക്കെ അസത്യത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അസത്യത്തെ ആയുധവൽക്കരിച്ച് ഭൗതികമായ ലാഭത്തിന് വേണ്ടി വ്യക്തികളും സമൂഹങ്ങളും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ, അവിടെയെല്ലാം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം അപകടത്തിലാണ്. മനുഷ്യനെ ഇരയാക്കുക മാത്രം ചെയ്യാനുള്ള ലക്ഷ്യത്തോടുകൂടെ മാത്രമേ അസത്യത്തെ ആശ്ലേഷിക്കുകയും സത്യത്തെ ആക്രമിക്കുകയും ചെയ്യുകയുള്ളൂ. യേശുവിനെ ക്രൂശിച്ചത് അങ്ങനെയൊരു സാഹചര്യത്തിലാണ്. യേശുവിൻ്റെ ക്രൂശീകരണം വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ക്രൂശീകരണമായിരുന്നില്ല, അത് സത്യത്തിൻ്റെ ക്രൂശീകരണമാണ്. കാരണം അസത്യത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു മതസംവിധാനം, അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, ഇത് രണ്ടും കൈകോർത്ത് പിടിച്ചിട്ടാണ് സത്യത്തിൻ്റെ വ്യക്തിത്വത്തെ ക്രൂശിൽ തറയ്ക്കുന്നത്. അത് അന്ന് മാത്രമല്ല, എക്കാലത്തും മനുഷ്യ മനസ്സ്, മനുഷ്യ സ്വഭാവം അന്ന് പ്രവർത്തിച്ചതുപോലെ ഇന്നും പ്രവർത്തിക്കുന്നു. അതെപ്രകാരം എക്കാലത്തും പ്രവർത്തിക്കുന്നുവോ അപ്പോഴൊക്കെയും സത്യം ക്രൂശീകരിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ കാലങ്ങളിൽ പൊതുരംഗത്ത് പ്രഖ്യാപിക്കപ്പെടുന്ന കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഭീകരമായ സത്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര വീര്യത്തോടുകൂടെ ആവേശത്തോടുകൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ഒരു ചരിത്രബോധമുണ്ടാകണം. എന്നാൽ മാത്രമേ അതിനോട് എപ്രകാരം പ്രതികരിക്കണമെന്നോ അത് സംബന്ധമായി നാം ഏത് നിലപാട് സ്വീകരിക്കണമെന്നോ നമുക്ക് തീരുമാനിക്കാൻ സാധ്യമാകുകയുള്ളൂ. അസത്യത്തെ അസത്യം കൊണ്ട് ചെറുക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ചെറുക്കുന്നുവെങ്കിൽ അസത്യത്തിന് കൂടുതൽ ശക്തി ഉണ്ടാകുക മാത്രമേ ചെയ്യുകയുള്ളൂ. അസത്യത്തെ ചെറുക്കേണ്ട ആവശ്യം പോലുമില്ല. സത്യം എന്താണ് എന്ന് നാം സാക്ഷീകരിച്ചാൽ മതി. അന്ധകാരത്തെ നീക്കുവാൻ വാളുകൊണ്ട് വെട്ടിയാൽ സാധ്യമാകുകയില്ല. അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചാൽ മതി. ആ മെഴുകുതിരി കത്തിക്കുന്ന ഒരു ദൗത്യമാണ് ഞാൻ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആയിരക്കണക്കിന് ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വലിയ സന്തോഷവും ആശ്വാസവും എനിക്കുണ്ട്. അതിനുവേണ്ടി ഏവർക്കും എൻ്റെ നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിക്കുകയും നീതി കേന്ദ്രീകൃതമായ ഒരു സംസ്കാരം നമ്മുടെ കാലത്ത് തന്നെ പിറന്നു വീഴുവാൻ, അതുകൊണ്ട് ജനകോടികൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ആത്യന്തികമായി നാം ഭാരതീയരാണ്.
നാം പൗരന്മാരാണ്, പൗരത്വം എന്ന വലിയ പദവി അലങ്കരിക്കുന്നവരാണ്. അതിലടങ്ങിയിരിക്കുന്ന ചുമതലകൾ വിഭാഗീയമായ ചിന്തകൾക്ക് അതീതമായി നിർവഹിപ്പാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്നുകൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.